ശ്രീത്ത്, അതാണ് ഒരു ഇന്റർനാഷണൽ ലോയുടെ ഒരു ബ്ലാറ്റന്റ് വയലേഷൻ അവിടെ നടക്കുന്നു. നേരത്തെ എം ഷിനാസ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു അൺഎത്തിക്കൽ മൂവാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് അത് GCC രാഷ്ട്രങ്ങൾ പോലും അതനുസരിച്ചുള്ള നിലപാടെടുക്കുന്നു. ഇനി US കാര്യം നോക്കുക, US എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നതെന്ന് ആർക്കും പിടിയില്ലാത്ത തരത്തിൽ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകുന്ന ഇമേജ് തന്നെ അത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു ഇമേജ് അല്ല. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വെച്ച മൂവ് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു മൂവാണ് എന്ന് പറയാൻ ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം ലോക രാഷ്ട്രങ്ങൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അത് വ്യക്തമായിട്ട് തോന്നുന്നില്ലേ? അതോ ഇപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ നടത്തിയത്, ഇങ്ങനെ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ കരുതുന്നു? അല്ല, ഇത് നോക്കൂ, ഇത് ഈ എത്തിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എത്തിക്സ് എന്ന് പറയുന്നതും ഒരാളിൻ്റെ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്തിക്കലി കറക്റ്റാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തിരിക്കുന്ന എത്തിക്കലി റോങ് ആണ്. അതിലുള്ള അവരുടെ റിറ്റാലിയേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ്. ഇതിന് രണ്ടും പാർട്ടി അല്ലാത്ത മൂന്നാമതൊരാൾ കാണുന്ന സമയത്ത് അവർ ഈ വിഷയത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിൻ്റെ ചരിത്രം അവർ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അവർക്കിതിൽ കൂടുതൽ വേണ്ടത് ഏത് രാജ്യത്തിനെയാണ് എന്നതിനെപ്പറ്റി നോക്കിയിട്ടാണ് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഒരു തീരുമാനമെടുക്കുക. അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു എത്തിക്സ് എന്നൊന്നും പറയുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു വാർ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൊന്നും തന്നെ എങ്ങുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു, അതിന് സമാനമായിട്ടുള്ള സാഹചര്യം വേണമെങ്കിൽ ഇസ്രായേലിനെ ക്ലെയിം ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഹൽഗാമിൽ ഭീകരവാദ ആക്രമണം ഉണ്ടാകുന്നു. നമ്മൾ പറയുകയാണ് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മളുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. നമ്മളിതൊരു UN ഒരു ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടല്ല ഇത് പറയുന്നത്, നമ്മൾ ഓർക്കണം. നമ്മൾ പറയുകയാണ്. പക്ഷേ US എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ഇതിന്റെ അകത്തുണ്ട്. പഹൽഗാം പോലെ, ഓപ്പറേഷൻ സിന്ദൂർ പോലെ നമുക്ക് രണ്ട് രാഷ്ട്രങ്ങളുടെ മാത്രമായിട്ട് ഈ വിഷയം നിൽക്കുന്നില്ല. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു എത്തിക്കലായിട്ട് നമ്മളൊരു പൊസിഷൻ എടുക്കുമ്പോൾ പെഹൽഗാമിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഇത് പാകിസ്ഥാനാണ് ചെയ്തത്. നമ്മൾ എന്നിട്ട് എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് എന്താണ്? പ്രീഎംപ്റ്റീവ് മെഷറാണ്. ആ പ്രീഎംപ്റ്റീവ് മെഷർ എന്തുകൊണ്ടാണ് ആകുന്നത്? ഇങ്ങനെയുള്ള തീവ്രവാദികൾ ഇവിടേക്ക് വരുന്നതിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകൾ, അതിന്റെ ഇൻഡോക്ട്രിനേഷൻ ഫെസിലിറ്റികൾ, അവരുടെ ട്രെയിനിങ് പാഡുകൾ, ലോഞ്ച് പാഡുകൾ, ഇതെല്ലാം തന്നെ ഈ പാകിസ്ഥാനിലുള്ള 1 ഡസനോളം വരുന്ന സ്ഥലങ്ങളിലാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മൾ അവയെ നശിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നാളെ ഇതൊരു ലാർജർ ത്രെട്ടായിട്ട് നമുക്ക് വരും, അതിനെ നമ്മൾ പ്രീഎംപ്റ്റീവ് മെഷർ വഴി ഇല്ലാതെയാക്കി. ഇതേപോലെ ഇസ്രായേൽ പറയുകയാണെങ്കിൽ ഇതേ സമാനമായ ന്യായം അവർക്കുണ്ട്. കാരണം അവരെ ഇപ്പോൾ ഹമാസ് ആക്രമിക്കുന്ന സമയത്ത് ഹമാസിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള സഹായം എല്ലാം കൊടുക്കുന്നത് ഇറാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹൂത്തികളുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, ഹിസ്ബുള്ളയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അതിനുവേണ്ടി മെനി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കുന്നത് ആയുധമായിട്ടാണെങ്കിലും പണമായിട്ടാണെങ്കിലും ഒക്കെ ഇറാനാണ് എന്നുള്ളത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് നടക്കുന്ന, അവരിതിനെല്ലാം ടെററിസ്റ്റ് ആക്രമണം എന്ന രീതിയിലാണ് കാണുക, അവരുടെ സോവറിനിറ്റിക്ക് എതിരായിട്ടുള്ള ആക്രമണം. അങ്ങനെ നടക്കുന്ന ആക്രമണത്തിന്റെ പ്രിൻസിപ്പൽ സ്പോൺസർ ആയിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം സ്വന്തമായിട്ട് ഇതേപോലെ ആംസ് ഉണ്ടാക്കുകയാണ്. 60% മുകളിലേക്ക് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തി വെപ്പൺ ഗ്രേഡിലേക്ക് അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അവരിപ്പോൾ ഏതൊക്കെ ട്രീറ്റുകളിലാണോ ഉള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ സിഗ്നറ്ററിയാണ്. പക്ഷേ അതിൽ നിന്ന് പിന്മാറുക പോലും ചെയ്യാതെ, കഴിഞ്ഞ 6 വർഷമായിട്ട് ഇൻസ്പെക്ഷൻ അനുവദിക്കാതെ, യാതൊരു വിധത്തിലും ഫെസിലിറ്റികൾ ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുക്കാതെ രഹസ്യമായിട്ട് ഇവരിതിനെ 2% മാത്രം ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എൻറിച്ച്മെന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 60% മുകളിലേക്കായിട്ട് റാപ്പിഡായിട്ട് അവർ വെപ്പൺസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ വെപ്പൺ ഉണ്ടാക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട്. കാരണം ഇറാന്റെ സ്റ്റേറ്റഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ഈ ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള അവരുടെ ഒരു സ്റ്റേറ്റഡ് പൊസിഷൻ. തന്നെയുമല്ല, അവർക്ക് ഒരു വിഷയത്തിൽ പുലർത്തേണ്ടുന്ന സത്യസന്ധത, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു NPT സിഗ്നറ്ററി ആയിരിക്കുന്ന സമയത്ത് തന്നെ NPTയുടെ നോംസ് അവർ പാലിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ ദിവസം വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ സീനിയർ ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മൊഹസിൻ റസായി. ഈ മൊഹസിൻ റസായി പറഞ്ഞിരിക്കുന്നത് ഒരു ഇവൻച്വാലിറ്റിയിൽ ഇസ്രായേൽ ഞങ്ങൾക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ ന്യൂക്ലിയർ ത്രെട്ട് അവർ റേസ് ചെയ്യുകയാണ്. പക്ഷെ അത് പാകിസ്ഥാന്റെ പോലും കൺകറൻസ് ഇല്ലാതെയാണ്. പാകിസ്ഥാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഖ്വാജ ആസിഫ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും സ്വന്തം ആണവോർജ്ജ പരിപാടിയിൽ കാണിക്കാത്ത,
മറ്റൊരു രാജ്യം വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന്റെ പെർമിഷൻ പോലും ഓക്കെ, ഇല്ലാതെ ആ അവരുടെ പോയിന്റ് ശ്രീ എം ഒരു ഷിനാസ് രാജ്യമായി ശ്രീത്ത് മാറിയിരിക്കുകയാണ്. പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, യാതൊരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാത്ത ആ ഒരു നിലപാട്, ഇറാന്റെ ആ നിലപാടിനെതിരായിട്ടുള്ള നീക്കം കൂടിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൽ അൺഎത്തിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല ശ്രീ എം ഷിനാസ്? എത്തിക്കൽ ക്വസ്റ്റ്യന്റെ കാര്യം പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ആഡ് എ പോയിന്റ് ഇഫ് യു ക്യാൻ ലെറ്റ് മീ. കാരണം സമാധാന കാംക്ഷികൾ അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇത് രണ്ട് പാരലൽ, ശ്രീജിത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇറാനിന്റെ ഈ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് തീർച്ചയായും ഒരു വളരെ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനൊരു പാരലൽ നറേറ്റീവ് ഉണ്ട്. ഈ എൻറിച്ച്മെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളായി 5ഓളം റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് US-ഉമായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. 6ാമത്തെ ചർച്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒമാനിൽ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ യുദ്ധമല്ലാതെ ഇസ്രായേൽ പറയുന്ന ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഇല്ലാതാക്കാൻ ഇസ്രായേലിന്റെ മുന്നിൽ യുദ്ധമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം നാം ചോദിക്കേണ്ടതാണ്. ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടുന്നത്. കാരണം നമുക്കറിയാം, ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് US-ഉം പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനിന്റെ ഈ ഒരു പ്രോഗ്രാം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡീലാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ഡീൽ എന്റെ ഫെല്ലോ പാനലിസ്റ്റ് മുമ്പ് പറഞ്ഞതുപോലെ 2015 അങ്ങനെ ഒരു ഡീൽ നമുക്കുണ്ടായിരുന്നു. എല്ലാ അവർ പറയുന്ന കണ്ടീഷൻസും എഗ്രി ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടേഴ്സിന് ഫ്രീ ആക്സസ് എല്ലാ ന്യൂക്ലിയർ സൈറ്റിലേക്കും കൊടുത്തുകൊണ്ട് യുറേനിയം എൻറിച്ച്മെന്റ് ലിമിറ്റ് ചെയ്യുവാൻ സമ്മതിച്ചൊരു രാജ്യമാണ് ഇറാൻ. പക്ഷേ 2018 ട്രംപിന്റെ വരവോടുകൂടി അത് മുഴുവൻ അട്ടിമറിക്കുകയും ആ ഒരു ഡീലിൽ നിന്ന് ക്യാൻസൽ ആയി പോവുകയും ചെയ്തു. പുതിയൊരു ഡീലിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലെ? 6ാമതൊരു ചർച്ച നടക്കുകയും അതിന്റെ വിശദാംശങ്ങളിലേക്ക് എങ്ങനെയാണ് ആ ഡീൽ ഫൈനലൈസ് ആവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ സമയപരിമിതി കൊണ്ടാണ് ഒരു സെക്കൻഡ് അതിനൊരു റെസ്പോൺസ് വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്ക അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകുന്നത് 2018-ലാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നുവെന്നും അമേരിക്കയുടെ ആ പൊസിഷൻ ശരിയാണ് എന്ന് പിന്നീട് വിൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്. കാരണം അമേരിക്ക എക്സിറ്റ് ആകുമ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിൽ എത്രത്തോളം മിസൈലുകളാണ് ഉണ്ടാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അപ്പർ ക്യാപ്പ് ഇല്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ വൺസ് ഇറാൻ ഈ പവർ കിട്ടിക്കഴിഞ്ഞാൽ അവർ എനി നമ്പർ ഓഫ് മിസൈൽസ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അത് ലിമിറ്റ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തേത്, ഈ പറയുന്ന പ്രോഗ്രാം JCPOA എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വഴി പെർമനന്റ് ആയിട്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനെ ഇതൊരു കാരണവശാലും തടയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 3, അവിടുത്തെ ജിയോ പൊളിറ്റിക്സിൽ, റീജിയണൽ ആയിട്ടുള്ള പൊളിറ്റിക്സിൽ സിറിയയിലും ഇറാഖിലും ലെബനനിലും യമനിലും നിലവിൽ എന്താണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അവരൊരു ന്യൂക്ലിയർ വെപ്പണറി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അമേരിക്ക എക്സിറ്റ് ആയതിനു ശേഷം 2019 മുതൽ പിന്നീട് ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായിട്ട് ഇവർ സഹകരിച്ചിട്ടേ ഇല്ല, ഒരു തവണ പോലും സഹകരിച്ചിട്ടില്ല. പിന്നീട് ഇവർ ഡിബേറ്റബിൾ ആയിട്ടുള്ള, ഞാൻ സമയപരിമിതികളാണ് ശ്രീത്ത്, എനിക്ക് സമയം കടന്നതുകൊണ്ട് എനിക്ക് വീണ്ടും കടക്കാൻ കഴിയാത്തത്. ഡിബേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ അതിൽ നിൽക്കുമ്പോൾ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, ഇസ്രായേലിന്റെ നീക്കം ഇതുമാത്രമാണോ, ഇറാനിലെ ഭരണ അട്ടിമറി കൂടി നെതന്യാഹു ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 75% പ്രേക്ഷകർ അതെന്നും 20% പ്രേക്ഷകർ അല്ല എന്നും പറയുകയാണ്. സമയപരിമിതി കൊണ്ട് വീണ്ടും കടക്കാൻ കഴിയാത്ത വളരെയധികം നന്ദിക്കാണ് ജിന്നി, അഞ്ജന ശങ്കർ, ശ്രീജിത്ത് പണിക്കർ, ഒപ്പം ശ്രീ എം ഷിനാസ്. അദ്ദേഹമായിട്ടുള്ള ടെലിഫോൺ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്.